നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സൗജന്യ ഗവൺമെൻറ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഒരുപാട് ആളുകൾ കാത്തിരുന്നൊരു വീഡിയോ ആണ്. എങ്ങനെ നമുക്ക് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പുതിയതെടുക്കാം, എത്ര പ്രായമുള്ള ആളുകൾക്കാണ് ഇപ്പോൾ പുതിയതെടുക്കാൻ അവസരമുള്ളത്, നിലവിലുള്ള കാർഡിൽ മറ്റംഗങ്ങളെ എങ്ങനെ ചേർക്കാം, നമ്മളെ വീട്ടിലുള്ള മറ്റംഗങ്ങളെ എങ്ങനെ കാർഡിൽ ചേർക്കാം, കാർഡ് നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് എങ്ങനെ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൽ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെയും വിവാഹം കഴിച്ചെത്തിയ ഭാര്യമാരെയും എല്ലാം എങ്ങനെ ചേർക്കാമെന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഇപ്പോൾ നമ്മുടെ ഫോട്ടോ മാത്രമുള്ള ഒരു ലാമിനേഷൻ ചെയ്തൊരു കാർഡ് കൈവശമുള്ള ആളുകൾക്കാണ് മറ്റങ്ങനെ ചേർക്കാൻ സാധിക്കുക. നിലവിൽ ഇങ്ങനെ കാർഡുള്ള, ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള കാർഡുകളല്ല, മറ്റു രൂപത്തിലുള്ള നമ്മുടെ ഫോട്ടോ, ആധാർ കാർഡിലെ ഫോട്ടോ രൂപത്തിലുള്ള കാർഡ് ലഭിച്ച ആളുകൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുന്ന സമയത്ത്, ഒരു ഹോസ്പിറ്റൽ കേസുകൾ വരുന്ന സമയത്ത് ആ കുടുംബത്തിലുള്ള മറ്റംഗങ്ങളെ ചേർക്കാൻ സാധിക്കും. അത് നമുക്ക് ആവശ്യമുള്ളത് അവരുടെ റേഷൻ കാർഡിൽ പേരുണ്ടായിരിക്കണം, ഈ രണ്ടാളുടെയും പേര് ഒരേ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതും, അതുപോലെ തന്നെ ചേർക്കേണ്ട ആളുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്ത ആധാർ കാർഡ് ആയിരിക്കണമെന്ന് മാത്രമാണുള്ളത്. എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് ഈ കാർഡ് എടുക്കുന്ന ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അതിനൊരു കിയോസ്ക് ഉണ്ടായിരിക്കും, ഒരു കൗണ്ടർ ഉണ്ടായിരിക്കും. ഈ കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റംഗങ്ങളെ ചേർക്കാം. അങ്ങനെ ചേർക്കുകയാണെങ്കിൽ ഈ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ലഭിക്കുന്ന ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കും അവിടെ നിന്ന് ലഭിക്കും. ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളും ഇപ്പോൾ ഈ കാർഡ് എടുക്കുന്നുണ്ട്, പക്ഷേ ചില ഹോസ്പിറ്റലെല്ലാം കാർഡ് നിരസിക്കുന്നുമുണ്ട്. ഈ കാർഡ് എടുക്കുന്നുണ്ടോ എന്ന് ആദ്യം അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രം ഇങ്ങനെയുള്ള ആളുകൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെടുക. അങ്ങനെ അവർക്ക് മറ്റംഗങ്ങളെ ചേർക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പുതിയത് കാർഡ് എടുക്കാൻ അവസരമുണ്ടായിരുന്നു. അന്ന് കാർഡ് എടുത്ത ആളുകൾക്ക് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കും അടുത്ത അപ്ഡേഷനിൽ ഈ കാർഡ് പുതിയത് എടുക്കാൻ അവസരം വരുന്നുണ്ടെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. നിയമസഭാ ഇലക്ഷന് മുമ്പായി തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അന്ന് 70 വയസ്സ് കാർഡ് എടുത്ത ആളുകൾക്കെല്ലാം ഇപ്പോൾ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം ലഭിക്കുന്നുണ്ട്. നിലവിൽ നിങ്ങൾക്ക് ഈ കാർഡുകൾ ഉണ്ടെങ്കിൽ യെസ് എന്നും അല്ലാത്ത ആളുകൾ നോ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള 2019 വരെ പുതുക്കിയ കുറച്ച് ആളുകൾക്കെങ്കിലും ഈ കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. അത് അറിയാത്തൊരു കാര്യമാണ്. 2019 പുതുക്കിയ ഈ കാർഡുള്ള കൈവശമുള്ള ആളുകൾക്ക് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഈ ഹോസ്പിറ്റലിലെ കിയോസ്കുകൾ ചെന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കും. ഇപ്പോൾ ഇതിന് പുറത്ത് അധികം ഓഫീസുകളില്ല. ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളിലും ഇതിന് കിയോസ്കുകളുണ്ട്. ഈ കാർഡ് എടുക്കുന്ന ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളിലും ഇതിന് കിയോസ്കുകളുണ്ട്. ഇങ്ങനെ കിയോസ്കുകളുള്ള ഹോസ്പിറ്റൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ സ്റ്റാറ്റസുകളും മറ്റും അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ കാർഡ് നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക്, ഇങ്ങനെ കാർഡ് എടുത്ത ആളുകൾ, അതുപോലെ തന്നെ കാർഡ് നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് സൈറ്റിൽ നിന്ന് പ്രിൻ്റ് എടുക്കാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ മുഖേനയോ അതല്ലെങ്കിൽ വെബ്സൈറ്റ് മുഖേനയോ നിങ്ങൾക്ക് ഇതിൻ്റെ കാർഡിൻ്റെ പ്രിൻ്റ് എടുക്കാം. ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വാട്സപ്പിൽ ബന്ധപ്പെടാൻ സാധിക്കും. നമ്മളുമായി വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് തിരുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ, ബർത്ത് സർട്ടിഫിക്കറ്റ് പുതിയതുണ്ടാക്കാൻ അടക്കമുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വാട്സപ്പിലുമായി ബന്ധപ്പെടാം. നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കണമെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്മുടെ ചാനൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് തന്നെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് ലഭിക്കും. ഈ വാട്സപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അക്ഷയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ മറുപടി നൽകുന്നതാണ്. ഇതിന് നമ്മൾ മാസം 29 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.